നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. മാർച്ച് 8 ലോക വനിതാ ദിനം. വൈകല്യത്തിലും ഉറച്ച ചുവടുമായി പഴയന്നൂരിലെ ശോഭ ബാലൻ. പഴയന്നൂർ കൈതക്കോട് ചങ്ങംചാർത്ത് വീട്ടിലെ ശോഭ ബാലനാണ് പരിമിതികളെ അതിജീവിച്ച് കഠിന പരിശ്രമത്തിലൂടെ ജീവിത വിജയം കൈവരിക്കുന്നത്. വളരെ കുരുന്നിലെ മണ്ണെണ്ണ വിളക്ക് കാലിൽ തട്ടി ഗുരുതര പൊള്ളലേറ്റതിനെ തുടർന്ന് ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടതായി വന്നു. എന്നാൽ തന്റെ വൈകല്യത്തെ ആത്മവിശ്വാസം കൊണ്ട് പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനായത് ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ മെഡിക്കൽ കോളേജിലും ജൂബിലി മിഷനിലൊക്കെ അഡ്മിറ്റ് ആവും. അസുഖം എന്തായി വെച്ചാൽ പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും, കാലങ്ങനെ നീര് വന്ന് വീർക്കും, പിന്നെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2008 മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് എന്നോട് ആലുവ ദേശം എന്ന സ്ഥലത്ത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലിംബുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുട്ടി അവിടെ പോയി കാണൂ എന്ന് പറയണത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ അങ്ങനെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഫുഡ്. അപ്പം അതുകൊണ്ട് അത് വാങ്ങാൻ പോകേണ്ട ടൈം ആകുമ്പോഴേക്കും എനിക്ക് ക്യാഷിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ബാലൻ ആഴ്ചയിൽ ഞങ്ങൾ ഒരു ദിവസം എന്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ പോയി പിന്നെ രാവിലെ പോയി ഞങ്ങൾ വൈകുന്നേരത്തെ തിരിച്ചു വരാറുള്ളൂ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ അവിടെ ഒരു കോമ്പൗണ്ടിൽ തന്നെ 5 വീടാണ് ബാലേട്ട ഫാമിലിയിൽ. അപ്പം എല്ലാ വീട്ടിലും കയറി വരുമ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആവും. അങ്ങനെയാണ് വരാറ്. അപ്പം ഇതേപോലെ അമ്മയോട് ബാലേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് ബാലേട്ടൻ ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ക്യാഷിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കേട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ ഇറങ്ങാൻ നേരത്ത് അമ്മ അന്നത്തെ കാലത്ത് 2008 കേട്ടോ ഈ സംഭവം. അന്നത്തെ കാലത്ത് അമ്മ എന്താ പറയാ, അന്നൊക്കെ അവർ അങ്ങനെയൊക്കെ എടുത്തു വെക്കുക. അപ്പോൾ എടുത്ത് സൂക്ഷിച്ചു വെച്ച അവരെ മക്കളൊക്കെ കൊടുക്കണ പൈസയും അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചൊരു 6000 രൂപ എടുത്തിട്ട് അമ്മ കൊണ്ടുവന്ന് തലേണയുടെ അടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ബാലേട്ടനോട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു 6000 രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് 6 ലക്ഷത്തിന്റെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കട ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു സമയത്ത്, ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ആ കടയുടെ ഓപ്പണിംഗ് ഉദ്ഘാടനം ചെയ്യാൻ അർഹത ഞങ്ങളുടെ അമ്മയ്ക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാൻ കാരണം. വൈകല്യമുണ്ടെന്നറിഞ്ഞിട്ടും ക്ഷേത്ര കലാകാരനായ വെങ്ങാനല്ലൂർ സ്വദേശി സി ബാലകൃഷ്ണൻ തന്നെ ജീവിത സഖിയാക്കിയതും ശോഭ ബാലൻ ആഹ്ലാദപൂർവ്വം സ്മരിച്ചു. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മന്ത്സ് കഴിയുമ്പോഴേക്കും മാരേജായി. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ മാരേജായി. പിന്നെ അങ്ങനെ കുറച്ച് നാളൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസി, പിന്നെ ഡെലിവറി കഴിയുമ്പോഴേക്കാണ് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയത്. കാരണം അപ്പോഴേക്കും ബോഡി ചേഞ്ചായി. പിന്നെ കാലുകൊണ്ട് എപ്പോഴും സുഖമില്ലായ്മയൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കസ്റ്റമർക്ക് കറക്റ്റായിട്ട് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട്, സമയത്ത് കൊടുക്കാൻ പറ്റാതെ ഒരുപാട് കസ്റ്റമർ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെരുപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ലിപ്പറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ടെക്നോളജി ഇത്രയും വളരാത്തത് കൊണ്ട് നമുക്ക് അത്രയും എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ചെയ്ത് കാണുമ്പോൾ വലിയ സ്റ്റീൽ റാഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. കൊണ്ടൊന്ന് വെക്കും, അതവിടെ ഇരിക്കും. ഹസ്ബൻഡാണ് എനിക്കെല്ലാം ഫുൾ സപ്പോർട്ട്. അദ്ദേഹം വാദ്യകലാകാരനാണ്, കുറുങ്കുഴൽ കലാകാരനാണ്. സീസൺ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം ആവുന്ന സമയം വരെ എനിക്ക് വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഷോപ്പിലേക്കുള്ള തയ്യൽ മെറ്റീരിയൽസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് തരുന്നതും ബാക്കിയുള്ള ഹെൽപ്പുകളൊക്കെ വന്ന് ചെയ്തു തരുന്നതും അദ്ദേഹമാണ്. ആളുടെ കട്ട സപ്പോർട്ട് നമുക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും കട്ട സപ്പോർട്ട് നമുക്കുണ്ട്.
കഴിഞ്ഞ 20-ലധികം വർഷമായി പഴയന്നൂർ ടൗണിൽ ബട്ടർഫ്ലൈസ് എന്ന പേരിൽ തുന്നൽ കടയും ബ്യൂട്ടി പാർലറും നടത്തിവരികയാണ് ശോഭ. എല്ലാ ദിവസവും മുച്ചക്ര വാഹനത്തിലേറി എത്തുന്ന ശോഭ ഗോവണിപ്പടികൾ ഏറെ താണ്ടിയാണ് സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നത്. ഞാൻ 24 വർഷമായി ഈ ബ്യൂട്ടി പാർലർ ടൈലറിങ് ഫീൽഡിൽ വന്നിട്ട്. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 22 വർഷമായി. 18 വർഷത്തോളം ആലത്തൂർ റോഡ് രാമാഷ്ട ബിൽഡിങ്ങിലാണ് 18 വർഷത്തോളം നിന്നത്. ഒരു അച്ഛൻ്റെ കയ്യും പിടിച്ച് പാവാടക്കാരിയായിരിക്കുന്ന സമയത്താണ് രാമാഷ്ടോട് ചെന്ന് ഞാൻ ടൈലറിങ്ങിന് വേണ്ടി റൂം ചോദിക്കുന്നത്. ഒരു മടിയും കൂടാതെ അദ്ദേഹം എനിക്ക് റൂം തരികയും അങ്ങനെ ഞാനവിടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ അച്ഛനോടൊപ്പം ഞാൻ രാമാഷയെയും ആദ്യമായി സ്മരിക്കുന്നു. ഫേഷ്യൽ, ത്രെഡിംഗ്, ബ്ലീച്ചിങ്, സ്പാ, മാനിക്യൂർ, പെഡിക്യൂർ തുടങ്ങിയവ ബ്യൂട്ടി പാർലറിൽ രാസവസ്തുക്കളുടെ ചേരുവകളില്ലാതെ സ്ഥാപനത്തിൽ വന്നെത്തുന്നവർക്ക് മികച്ച സേവനമാണ് നൽകി വരുന്നതെന്ന് ശോഭനയുടെ സ്ഥിരം കസ്റ്റമറായ ദിൽജയും അഭിപ്രായപ്പെടുന്നു. ഹായ്, ഞാനുള്ളത് ബട്ടർഫ്ലൈസ് ബ്യൂട്ടി കെയർ പഴയന്നൂരിലാണ്. ഞാൻ 14 ഇയേഴ്സ് ആയിട്ടുള്ള റെഗുലർ കസ്റ്റമറാണ്. ത്രെഡിങ് ആയിക്കോട്ടെ, ഫേഷ്യൽ ആയിക്കോട്ടെ, എല്ലാം നാച്ചുറലായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്യുക. നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളത്, സ്കിൻ കെയർ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് ഫേഷ്യൽ എല്ലാം ചെയ്തു തരാറ് ചേച്ചി. 14 ഇയേഴ്സ് ആയിട്ട് ഞാൻ സ്ഥിരം വരുന്നതുകൊണ്ട് എൻ്റെ സ്കിന്നിന് എന്തൊക്കെ വേണം, നമ്മുടെ ഫേസിന് വേണ്ട രീതിക്കുള്ള ഐബ്രോസ് ആയിക്കോട്ടെ, ത്രെഡ് ചെയ്യണം, നമ്മൾ പെയിൻലെസ് ആയിട്ട് ചെയ്യാം. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇവിടെ തന്നെ വരാറ്. ഐ ഹൈലി റെക്കമെൻഡ് ബട്ടർഫ്ലൈസ് ബ്യൂട്ടി കെയർ. താങ്ക് യു. ഒറ്റപ്പാലം NSS കോളേജിലെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റായ ശ്യാം കൃഷ്ണ, ശോഭ ബാലൻ ദമ്പതികളുടെ ഏക മകനാണ്. ഏറെ ബുദ്ധിമുട്ടാർന്ന പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന ശോഭ വനിതാ ദിനത്തിൽ സമൂഹത്തിനാകെ ശോഭയേകുകയാണ്. ഞാൻ 2004 പഴയന്നൂർ സ്റ്റാൻഡിൽ ഒരു കച്ചവടം തുടങ്ങി. ആ തുടങ്ങിയ സമയത്ത് ഈ കുട്ടിയെ കണ്ടുമുട്ടുകയും ആ കുട്ടിക്ക് കാലുകൊണ്ട് വയ്യ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ആ കുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവർ തരാമെന്ന് പറയുകയും എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം മനസാക്ഷിയുടെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിച്ചത്. അതിനുശേഷം പല വിഷമങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ജീവിതത്തിൽ തരണം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ 19-20 വർഷമായി ഞാൻ വളരെ അധികം ബുദ്ധിമുട്ടിയിട്ടും സന്തോഷിച്ചും അവൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഞാൻ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവൾ എന്ത് ചോദിക്കുന്നു അതിനു മുമ്പത്തിന് ഞാൻ ആ സാധനം എത്തിക്കുകയും അവളെ സന്തോഷമായി ചേർത്ത് പിടിച്ച് ഞാൻ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവൾ വീട്ടിൽ നിന്നും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ട് അവൾക്കുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ വളരെ സന്തോഷവാനാണ് ഇപ്പോൾ ഈ സമയത്ത്. CCV ന്യൂസ്, പഴയന്നൂർ.